നമസ്കാരം. ഇന്ന് ഭാരത് ലൈവിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് VSDPയുടെ ചെയർമാൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. അങ്ങേക്ക് സ്വാഗതം. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടന്ന വിഷയങ്ങളെല്ലാം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങ് പലതിനോടും നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയിലുണ്ടായിരുന്ന ഒരാളൊഴിച്ച് 2 പേർ അറസ്റ്റിലായി, റിമാൻഡിലായി. എന്തുകൊണ്ട് ഈ ഭരണസമിതി അംഗത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി പോലും ചോദിച്ചു. എന്താണ് അങ്ങയുടെ നിരീക്ഷണത്തിൽ ഈ ഭരണസമിതി അംഗത്തെ ഒഴിവാക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഇതിൻ്റെ പുറകിലുണ്ടോ? ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ, വയസ്സായി പ്രായം ചെന്നയാളാണ്, അത് നമുക്കറിയാം. എങ്കിലും ഈ പറയുന്നത് പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണോ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുന്നത്? കോടതി പോലും ഇത്ര രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും ഇക്കാര്യത്തിൽ SIT എന്തുകൊണ്ട് കർശനമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഈ ശങ്കരദാസിനെ സംബന്ധിച്ചിടത്തോളം പ്രതി ചേർക്കപ്പെട്ടപ്പോൾ അസുഖം വന്ന ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അസുഖമൊക്കെ കാണും, പക്ഷപാതം എന്ന് പറഞ്ഞാണ്. എന്നാലും ഒരാഴ്ച കൊണ്ട് ചികിത്സിച്ച് പോകണതാണ് പതിവ്. കാര്യം കാശിൻ്റെ കുറവില്ല. നല്ല കാശുള്ള ആൾ നല്ല ആശുപത്രിയിലായിരിക്കും കിടക്കുന്നത്, അതിനുള്ള ചികിത്സയും കിട്ടിയിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ കള്ളനും പോലീസും ഒരു വീട്ടിലുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ ശക്തി അവർക്കുണ്ട്. അല്ലെങ്കിലും ഈ ശങ്കരദാസ് എന്ന് പറയുന്ന ആൾ ഒരു വലിയ ബിസിനസ്സുകാരനുമായി ബന്ധമുള്ള ആളാണ്. ഈ നാട്ടിലെ വലിയ റോഡുകളൊക്കെ എല്ലാം മെഷീൻ വെച്ച് പണി ചെയ്യാൻ കഴിയുന്ന വലിയൊരു ഗ്രൂപ്പ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ആൾ. ഇവരൊക്കെ തമ്മിൽ അവിഹിത ബന്ധം വല്ലതും ഉണ്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. നേരത്തെ തന്നെ ഈ ശങ്കരദാസിൻ്റെ മകൻ പത്തനംതിട്ട SP ആയിരുന്ന സമയത്ത് അന്ന് ശബരിമലയെ തകർക്കാൻ മുഖ്യമന്ത്രി ആചാരലംഘനം നടത്തിയപ്പോൾ അവരെ പോലീസ് ലാക്കറ്റിട്ട് കൊണ്ട് ബിന്ദു അമ്മണിയും മറ്റും കൊണ്ട് അവിടെ എത്തിച്ച മഹാനാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് കൂട്ടിയോജിപ്പിച്ചാലോ? ഇവിടെ തന്നെ എന്തിനും അഭിപ്രായം പറയുന്നു, കാര്യമായ അഭിപ്രായമാണ് പറയണമെന്ന് പറയുന്ന ബിനോയ് വിഷയം ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്. ശങ്കരദാസ് CPIയുടെ നോമിനിയാണ്. അതെ. അപ്പോൾ അവർക്ക് പൊളിറ്റ് ബ്യൂറോയും കൂടണ്ട, ഒന്നും കൂടണ്ട, അഭിപ്രായമല്ല, ഒന്നുമില്ല. അദ്ദേഹം അവിടെ കിടക്കുന്നു. 1/2 കിലോ അണ്ടി മോട്ടിച്ചു എന്ന് പറഞ്ഞ് ഒരുത്തൻ ആശുപത്രി കിടന്നാൽ പോലീസ് എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അവിടെ സെല്ലുണ്ട്. ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിച്ചാൽ പറ്റാത്തവരെല്ലാം മെഡിക്കൽ കോളേജിലല്ലേ കൊണ്ടുപോകണത്. അങ്ങനെയാണെങ്കിൽ അയാളെ മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? ഞാനും ICU കിടന്നിട്ടുള്ളതാണ്. എനിക്ക് കൊറോണ വന്ന് ഞാൻ 10-80 ദിവസം ICUലായിപ്പോയി. പക്ഷെ അവിടെ ഒരു മൊബൈൽ വെക്കാനോ കൂട്ടത്താളെ ഇരുത്താനോ ഒന്നിനും സമ്മതിക്കില്ല. പക്ഷേ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന അയാൾ കിടക്കുന്ന ഫോട്ടോ എടുത്ത് ഹാജരാക്കിയിരിക്കുന്നു. ഇത് ശരിക്ക് ഒരു കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു മെഡിക്കൽ ബോർഡ് ഇന്ന് തന്നെ ഇയാളെ പരിശോധിക്കണം. ഇന്ന് തന്നെ പരിശോധിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല, ഉറങ്ങിക്കിടക്കുമ്പോൾ ഫോട്ടോ എടുപ്പാണ് ജോലി. അതേപോലെ തന്നെ പോലീസ് കാര്യമായിട്ട് അവിടെ SITയുടെ തലവൻ അവിടെ പോയിരുന്നു, 2 പ്രാവശ്യം ഉറക്കമായിരുന്നു. മയക്കത്തിന് ഇഞ്ചക്ഷൻ വയ്ക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇയാളിൽ അന്വേഷണം അവസാനിപ്പിക്കണം. ഇതിൻ്റെ മുകളിൽ കടകംപള്ളി കുരുങ്ങരുത്, അതിൻ്റെ പേര് മുഖ്യമന്ത്രി ഇറങ്ങരുത്. ഇദ്ദേഹത്തിന് വെച്ച് ജോലി തീർക്കാനാണ്. എന്തെങ്കിലും മാരകമായ പ്രവൃത്തി ചെയ്ത് അയാളെ നശിപ്പിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കാര്യം അതുവരെ ഉണ്ടാവും. ഇവിടെ വെച്ച് അവസാനിക്കണമെങ്കിൽ ഇദ്ദേഹം ഇല്ലാതാവണം. അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താമല്ല, നിയമവ്യവസ്ഥയിൽ മജിസ്ട്രേറ്റിന് വരാം, അറസ്റ്റ് രേഖപ്പെടുത്താം, പോലീസ് സെക്യൂരിറ്റി ഇടാം, വേണമെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റാം. പണമുള്ളവനൊരു നീതിയും പാവപ്പെട്ടവനൊരു നീതി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വിഭജനം ഉണ്ടാവും. ഇരട്ടത്താപ്പാണ്. അതായത് സാധാരണക്കാരനാണെങ്കിൽ ഉടനെ മെഡിക്കൽ കോളേജ് കൊണ്ടിടുക, അവന് ചികിത്സ കിട്ടാതെ പോവുക. ഇതിപ്പോൾ ചികിത്സയൊക്കെ വേണമല്ലോ. മനുഷ്യന് സംഭവിച്ച എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് അസുഖമാണെങ്കിൽ ചികിത്സിക്കട്ടെ. പക്ഷേ ഇത് കളവാണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ തന്നെ പോറ്റിയൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ 90 ദിവസമാവും. 90 ദിവസമായ ഒരാളിന് നിയമവ്യവസ്ഥയിൽ ജാമ്യം കൊടുക്കണം, സ്വാഭാവിക ജാമ്യം ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പാർട്ടായിട്ടുള്ള ചാർജെങ്കിലും കൊടുക്കാൻ തയ്യാറാവാത്ത എന്തുകൊണ്ട്? ഇതിൻ്റെ എല്ലാം വലിയ ഗൂഢാലോചനയാണ്. ഇതിൻ്റെ എല്ലാം തലതട്ടപ്പനുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം താഴെ വരെ പാലിക്കുന്നു. അതാണ് ഇത് നടത്തുന്നത്. ഇപ്പോൾ തന്നെ
ലാ ആൻഡ് ഓർഡറിലാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ ഇരിക്കുന്നത്. അതിൽ നിന്ന് ഒഴിവാക്കണ്ടേ? ലാ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഓഫീസറുമായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വരും. അതിൽ നിന്ന് ഒഴിവാക്കണ്ടേ? അത് ഈ അച്ഛനും കള്ളനും മോനും ഒന്നിച്ച് എന്ന് പറയും പോലെ രാഷ്ട്രീയക്കാർ ഒന്നിക്കുന്നു. മുഖ്യമന്ത്രി ഈ ഇടയ്ക്ക് സന്ദർശിക്കുന്ന വീടാണ് ഇവിടുത്തെ വ്യവസായി. ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം. ഇത് വളരെ വലിയ ഗൂഢാലോചനയാണ്. അല്ലെങ്കിൽ ഇത്തിരി പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ നല്ല ചികിത്സ കിട്ടുമല്ലോ. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് മെഡിക്കൽ ബോർഡിന് പരിശോധിച്ചാൽ ഇന്നലെ കോടതി തന്നെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്. ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്നാണ്. സർക്കാരാണ് ഈ കൊള്ള നടത്തുന്നത്. പിന്നെ സർക്കാർ ഉണ്ടോ എന്ന് ചോദിക്കണ്ടല്ലോ. സർക്കാർ കൊള്ള നടത്തുമ്പോൾ സാധാരണക്കാരനൊരു നിയമം, ഇത്തരത്തിലുള്ള വമ്പൻ പണക്കാർക്കൊരു നിയമം ഇതുണ്ടാവാൻ പാടില്ല. ഇതുണ്ടായാലാണ് ഒരു ശരിക്കുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്കത് അംഗീകരിക്കാനും പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ ഞാൻ മറ്റൊരു വിഷയം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ തന്ത്രിയെ ഈ വിഷയത്തിൽ ശബരിമല തന്ത്രി താഴമൺ മഠത്തിൽ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ചെയ്ത കുറ്റം ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതത്ര ഗുരുതരമായ ഒരു കുറ്റമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് താമസിയാതെ തന്നെ ജാമ്യം കിട്ടിയേക്കും. അപ്പോൾ ഈ തന്ത്രിയെയും അന്നത്തെ ഈ ഭരണസമിതി അംഗങ്ങളെയും, അതിൽ പ്രധാനിയാണ് അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ച KP ശങ്കരദാസ്, ഈ ഭരണസമിതി അംഗങ്ങളെയും ഈ കേസുമായി ബന്ധപ്പെടുത്താവുന്ന കൃത്യമായൊരു അന്വേഷണം നടന്നിട്ടുണ്ടോ? അതിൻ്റെ തെളിവുകൾ SITക്ക് കിട്ടിയോ? അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല. തൊണ്ടി മുതലിൻ്റെ ഒരു അല്പം പോലും കണ്ടെടുക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഈ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തു. അവിടെ പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിലും അവിടെ തന്നെ മജിസ്ട്രേറ്റ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ഈ പറഞ്ഞതുപോലെ പോലീസ് സെക്യൂരിറ്റിയൊക്കെ ഇട്ടു. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടുത്തെ സെല്ലിൽ, ആശുപത്രിയുടെ സെല്ലിൽ തന്നെ അദ്ദേഹത്തിനെ പ്രവേശിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുമോ? ഈ പറഞ്ഞതുപോലെ തൊണ്ടി കണ്ടെത്തിയിട്ടില്ല. വളരെ കൃത്യമായി ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ SITയുടെ കയ്യിലില്ല. ഈ സാഹചര്യത്തിൽ ഈ കേസ് തന്നെ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സാധാരണ ഈ മോഷണമൊക്കെ നടക്കുമ്പോൾ കള്ളൻ ഏതെങ്കിലും ഒരു ജ്വല്ലറി കൊണ്ടങ്ങ് വിൽക്കും. വിറ്റ് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമ്പോൾ കള്ളൻ പറഞ്ഞു കൊടുക്കും ഞാൻ ഇന്ന ജ്വല്ലറി കൊടുത്തുന്നു. പോലീസ് അവിടെ പോകുമ്പോൾ അയാളും അത് വിറ്റിരിക്കും. പക്ഷേ 5 കിലോ ആണ് കൊടുത്തെങ്കിൽ 5 കിലോ പകരം സാധനം കൊടുക്കും. ഇവിടെ ഈ തൊണ്ടിമാലെന്ന് പറഞ്ഞ സാധനം ഇവർ ഡിവൈഡ് ചെയ്ത് എടുത്തു കളഞ്ഞ് ഈ ഉയരായിട്ടിരിക്കുന്ന തലതട്ടപ്പം ഉൾപ്പെടെയുള്ളവർ ഇത് ഷെയറായിട്ടങ്ങ് എടുത്തു, അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. അവരെ തൊണ്ടി ഈ പിടിച്ചവരെ നല്ലല്ല തൊണ്ടി കിട്ടേണ്ടത്. ഈ സാധനങ്ങൾ ഉയരറ്റം വരെ കൊടുത്തിരിക്കുന്നു. അവരെ പിടിക്കുമ്പോഴല്ലേ തൊണ്ടി കിട്ടൂ. കടകംപള്ളിയാർ തൊട്ടതുവരെ. അതുപോലെ തന്നെ നിലവിലെ മന്ത്രി വാസവൻ, അതിനു മുമ്പേ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഇതായതുകൊണ്ട് ഈ SITയുടെ അന്വേഷണം, SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ വരെ പരിശോധിക്കണം. ഇപ്പോഴത്തെ ലാ ആൻഡ് ഓർഡർ ഇദ്ദേഹത്തിൻ്റെ മകൻ വിളിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുവരെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തിനു മടിക്കുന്നു? ഈ സാധാരണ ഒരു വീട് കുത്തി തുറന്ന് ചെറിയ 2 കമ്മലെടുത്തുകൊണ്ട് ഈ കേസല്ലല്ലോ. ശബരിമലയിൽ എല്ലാത്തിനും കണക്കുണ്ടെന്ന് ഉണ്ണിയപ്പം ഇത്ര വിറ്റെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ തേങ്ങ ആളുകൾ ഇത്ര വന്നെന്ന് കൃത്യമായ കണക്കുണ്ട്. സ്വർണം എത്ര വന്നെന്ന് കണക്കില്ലല്ലോ. കണക്കില്ലാത്ത സ്വർണം ഇവരുപയോഗിച്ച രീതി അനുസരിച്ച് വളരെ ഇതാണ്. ശബരിമല ഇപ്പം തന്ത്രി അറസ്റ്റ് ചെയ്തെന്ന് പറയണത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പിണറായിയാണ്. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യിച്ച ആൾ. തന്ത്രി ഇതിൽ യോഗ്യനാണെന്നുള്ള അഭിപ്രായം പറയില്ല. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ കള്ളനായിട്ടുള്ള പോറ്റി പറഞ്ഞതനുസരിച്ച് ബാംഗ്ലൂരൊക്കെ ചെന്ന് പൂജ ചെയ്തില്ലേ. അപ്പോൾ ഈ ഓരോ ആൾ വിളിക്കുന്നിടത്ത് പുറകെ പോകണമെങ്കിൽ എന്തോ കിട്ടണം. അതൊക്കെ വാങ്ങിച്ചിരിക്കാനാണ് സാധ്യത. പിന്നെ ശബരിമലയിൽ 2 തരം ഭക്തന്മാരെ സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ തന്ത്രി തന്നെ. ഈ അവിടെ ചെന്ന് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തേങ്ങ എക്സ്ട്രാ കൊടുക്കും, പൂ കൊടുക്കും. അങ്ങനെ അവിടെ സമത്വമുണ്ടായിരുന്ന ശബരിമലയിൽ ആ തുല്യതയില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത ഈ തന്ത്രിയാണ്. ആദ്യത്തെ തന്ത്രി പെണ്ണുപിടിയിൽ പെട്ടു, 2ാം തന്ത്രി മോഷണം. ഇതെല്ലാവരും ജസ്റ്റിസ് പരൂർണസ്വാമി വന്നിട്ട് പറഞ്ഞ് ഇവർക്കൊന്നും മന്ത്രം അറിഞ്ഞുകൂടാന്ന്. ഈ മന്ത്രവും തന്ത്രവും അറിഞ്ഞുകൂടാത്ത ഇവരൊക്കെയാണ് അവിടുത്തെ പ്രശ്നം. മലയരയരെ പോലുള്ള പാവങ്ങൾ ഭംഗിയായി ചെയ്തിരുന്ന ഈ കാര്യം
ഈ കാപട്യം നിറഞ്ഞ തന്ത്രിമാരെന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം ചൂഷണം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇത് സാധാരണ സ്വർണ്ണമല്ല കളവ് പോയിരിക്കുന്നത്. ഇതിന് വലിയ ആൻറ്റിക് വാല്യൂ ഉണ്ട്. അതായത് പൗരാണിക മൂല്യമുള്ള വസ്തുക്കൾ കൂടിയാണ്. ഒരു ക്ഷേത്രത്തിൻ്റേതാവുമ്പോൾ വിശ്വാസത്തിൻ്റെ മൂല്യം കൂടി അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കണം. അങ്ങനെ സ്വർണം പ്ലസ് പൗരാണിക മൂല്യം പ്ലസ് വിശ്വാസത്തിൻ്റെ മൂല്യം, ഇതെല്ലാം കൂടിച്ചേർന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ. നമുക്കതിൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണ മൂല്യമല്ല. സാധാരണ 1 പവൻ സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 ഗ്രാം സ്വർണത്തിൻ്റെയോ വില നിശ്ചയിച്ച് ശബരിമലയിലെ ഈ സ്വർണത്തിന് നമുക്ക് അങ്ങനെ ഒരു വില നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും ആൻറ്റിക് വാല്യൂ ഉള്ള വസ്തുക്കളാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ കടൽ കടന്നോ എന്ന് പോലും സംശയമുണ്ട്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? എന്താണ്? അതെല്ലാം സ്വാഭാവികമായിട്ട് വലിയ ഗൂഢസംഘങ്ങളാണ്. 1 ലക്ഷം രൂപ സ്വർണത്തിന് വിലയുണ്ടെങ്കിൽ ഇത് 1 കോടി രൂപ വിലയുള്ള സാധനങ്ങളാണ്. ഉദാഹരണം ഏതിനും അവിടെ വിലയാണ്. ഇവിടെ 10 രൂപയാണ് തേങ്ങയ്ക്കുണ്ടെങ്കിൽ അവിടുത്തെ തേങ്ങ തന്ത്രി കൊടുത്തു കഴിഞ്ഞാൽ 5000 രൂപ വിലയുണ്ട് തേങ്ങയ്ക്ക് പോലും. അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അതിന് വൻ വില തന്നെ ഉണ്ട്. അത് ഒരു വ്യവസായി മുഖേന അങ്ങ് ഇറ്റലിയിൽ എത്തി എന്നുള്ളതാണ് ഇപ്പോഴേ എല്ലാവരും പറയുന്നത്. യഥാർത്ഥത്തിൽ സാധ്യതയും ഉണ്ട്. അവിടെ പുരാവസ്തു ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ സഹോദരങ്ങൾ 2 ഈ പുരാവസ്തു വിലയുള്ള സാധനം വാങ്ങിക്കുന്ന സ്ഥാപനം ഉണ്ടെന്നാണ്. അത് ഹൈദരാബാദ് മുഖേന അങ്ങ് പോയെന്ന് പറയുന്നു. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിലൊക്കെ കേന്ദ്ര CBI അന്വേഷണം വരണം. അതെന്തിന് താമസിക്കുന്നു ഈ CBI അന്വേഷണം? ഇത്തിരിയും കൊള്ള നടക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ചിന്തിക്കണ്ടേ ഇത് വലിയ കൊള്ളയാണ്, അത് ഉടനെ CBI അന്വേഷണം വരണം, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, ആശുപത്രി കിടക്കണേൻ്റെ ഒരുപാട് ചോദ്യം ചെയ്ത് എടുക്കാനുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയി അന്വേഷണയുടെ വഴിമുട്ടും. ഇതെന്തിന് താമസിക്കുന്നു CBI വരാൻ? അല്ല, ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുള്ളത് ഞാനത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ഒരു കേസ് ഇനി അത് CBI പോലൊരു ഏജൻസി അന്വേഷിക്കണമോ എങ്കിൽ ഒന്നുകിൽ കേരള ഗവൺമെൻറ് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ആവശ്യപ്പെടണം. ഇതല്ലാതെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് അതിനകത്ത് ഇടപെട്ട് നേരെ ഒരു CBI അന്വേഷണത്തിലേക്ക് അതിനെ തള്ളിവിടാൻ ഉള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ നിയമപരമായ ഒരു അധികാരം അതിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു കെട്ടുറപ്പാണത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ നമുക്ക് ഈ പഴി പറയാൻ സാധിക്കില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ശക്തമായ തീരുമാനമെടുക്കാം. അവിടെയാണ് ഈ പ്രശ്നം. സംസ്ഥാന സർക്കാർ CBI അന്വേഷണം വേണ്ട എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? കോടതി ED അന്വേഷണം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ED അന്വേഷിക്കട്ടെ. കോടതിക്ക് തന്നെ ഇത് പറയാൻ കാര്യം. കോടതി തന്നെ ഇന്നലെ പറയാണ് എന്തിന് ഇയാളെ അറസ്റ്റ് ചെയ്യാത്ത എന്തെന്ന് ചോദിക്കുന്നു. കോടതിക്ക് അറസ്റ്റ് ചെയ്യാത്ത എന്തെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം കോടതിക്ക് അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ബലങ്കം കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാൻ നോക്കൂലല്ലോ. ഇതെന്താണ് ഭരണകൂടമെന്ന് ചോദിക്കുന്നു. അത് മനസ്സിലായില്ലേ കോടതിക്ക്? ഇവിടെ ഒന്നും നടക്കൂല, ഭരണഘടനത്തിലുള്ള മെയിൻ ആളുകളാണ് ഈ മോഷണം ചെയ്തിരിക്കുന്നത്, കോടതിക്ക് വിടാമല്ലോ. അത് താമസിക്കുന്ന എന്തിനാണ് എൻ്റെ ചോദ്യം. അത് താമസിക്കുമ്പോൾ തെളിവുകൾ നഷ്ടപ്പെടും. ശങ്കരദാസിന് അസുഖം മൂർത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരദാസിനെ എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തിയാൽ ഈ കേസ് ഇവിടെ അവസാനിക്കൂലേ? അന്വേഷണം ഇവിടുത്തെ പോലീസ് ഓഫീസർ ഈ ആശുപത്രി കിടക്കുന്ന ആളുടെ മെയിൻ DIG ആണ് അയാൾ, ഇപ്പം കമ്മീഷണറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കൂട്ടത്തുള്ള ആളുകളല്ലേ ഈ അന്വേഷണത്തിൽ ഉള്ള ആളുകൾ. 2 പ്രാവശ്യം SIT തലവൻ ശശിധരൻ ആശുപത്രി പോയപ്പോൾ ഉറങ്ങിക്കിടക്കണമെന്ന് പറയുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിട്ട് മുൻകൂർ ജാമ്യത്തിനും ചോദിക്കുന്നു. ഇതൊരു കള്ളക്കഥയാണ്. ഇതാണ് ഇന്ന് പരിശോധിക്കേണ്ടത്. മെഡിക്കൽ ബോർഡ് അന്വേഷിച്ച് ഇയാൾക്ക് അസുഖമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നേരെ മെഡിക്കൽ കളയിൽ കൊണ്ടുപോകും. അവിടെ സെല്ലുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. സെല്ല് കിടന്നാൽ എന്ത് പറ്റിപ്പോവും? ഇവിടുത്തെ വലിയ പണക്കാരന്മാർക്ക് കിടന്നുകൂടെ? ഇവിടുത്തെ വലിയ പണമുള്ള ഒരു മുതലാളി, മുഖ്യമന്ത്രി ഉൾപ്പെടെ വീട്ടിൽ പോകുന്ന ഒരാൾ ഇതെല്ലാം ഇരുന്ന് നയിക്കുകയാണ്. സാധാരണക്കാരന് ഇത് രോഷം വരും. സാധാരണക്കാരൻ്റെ കൂടി ഒരു ചെറിയ മോഷണം ചെയ്ത ഒരുത്തനെ പോലീസ് ഏതൊക്കെ രീതിയിൽ കാണിക്കുന്നുവോ, എത്രയോ പേരെ ഈ പോലീസ് കാവലിൽ കടത്തിയത് എനിക്കറിയാം. പ്രൈവറ്റ് ആശുപത്രിയിൽ എനിക്ക് 1000 കേസ് പറയാനുണ്ട്. അപ്പോൾ ഇതിന് എത്താതിരിക്കുന്നതിൻ്റെ പിന്നിൽ പോലീസും കള്ളനും ഒരു വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ കോടതി 6 ആഴ്ചത്തെ സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. SITയുടെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ചെന്ന ആൾക്കാരുടെ
ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതി ഈ വിഷയത്തിൽ അതിരൂക്ഷമായ വിമർശനം സിംഗിൾ ബെഞ്ച് നടത്തിയത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ഈ പറയുന്നത് പോലെ കൃത്യമായി കാര്യങ്ങൾ നടന്നാൽ യഥാർത്ഥ കുറ്റവാളികൾ അഴിക്കുള്ളിലാകും. മറിച്ചാണെങ്കിൽ ഈ കേസും മറ്റു പല കേസുകൾക്കൊപ്പം ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം.